നമസ്കാരം. 2025 ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമ്പന്നമാകുന്ന, ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, പൂരാട നക്ഷത്രമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അനായാസം തരണം ചെയ്ത് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പൂരാട നക്ഷത്ര ജാതകർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്. അതൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന പൂരാട നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്ന 2 വർഷക്കാലം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും. പൂരാട നക്ഷത്ര ജാതകർ അധികവും ഉദാരമനസ്കരും ശുദ്ധഹൃദയരും കാരുണ്യമുള്ളവരും എല്ലാവരെയും ഒന്നുപോലെ കാണുവാനുള്ള മനസ്സുള്ളവരും സമർത്ഥരും ആയിരിക്കും. സഹനശക്തി ഉള്ളവരാണെങ്കിലും ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും. വീണ്ടും വിചാരമില്ലാതെ എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഏത് കാര്യവും കൃത്യതയോടും വിശ്വാസതയോടും ആത്മാർത്ഥതയോടുകൂടിയും ചെയ്തു തീർക്കുന്നവരാണ് പൂരാട നക്ഷത്ര ജാതകർ. ഉന്നത വിദ്യാഭ്യാസത്തിന് ഭാഗ്യമുള്ളവരായിരിക്കും ഇക്കൂട്ടരിൽ അധികവും. മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും മാന്യതയോടും കൂടി പെരുമാറുക എന്നത് ഇവരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഏതു കാര്യവും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള അസാധാരണമായ കഴിവും വാക്സാമർഥ്യവും ഉള്ളവരാണ്. മറ്റുള്ളവരെ ഉപദേശിക്കുമെങ്കിലും സ്വന്തം കാര്യത്തിൽ ആരുടെയും ഉപദേശം സ്വീകരിക്കുന്നവരല്ല. സ്വതന്ത്ര ബുദ്ധിയുള്ളവരായിരിക്കും. സ്വന്തം നാടും വീടും വിട്ടുള്ള പ്രവർത്തനമായിരിക്കും പൂരാടം നാളുകാർക്ക് അധികവും ഉണ്ടായിരിക്കുന്നത്. മാതൃ സ്നേഹമുള്ളവരും പിതൃഗുണം കുറച്ചുള്ളവരും ആയിരിക്കും ഇവർ. സിദ്ധാന്തങ്ങൾ പറഞ്ഞു നടന്നാലും അതിന് വിപരീതമായി പ്രവർത്തിക്കുക എന്നത് ഇവരുടെ സ്വഭാവത്തിലെ ഒരു വൈകല്യമാണ്. കലാവാസനയുള്ളവരായിരിക്കും. വ്യാഴത്തിൻ്റെ പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണന നൽകാറുണ്ട്. പൂരാടം നാളുകാർ ധാരാളികളും അങ്ങനെ അല്ലാത്തവരുമായും കണ്ടുവരുന്നുണ്ട്. മേലധികാരികളുടെയും മറ്റുള്ളവരുടെയും പ്രീതി സമ്പാദിക്കാൻ കഴിവുള്ളവരായിരിക്കും. സത്യത്തിനും നീതിക്കും വിപരീതമായി ഒന്നും പ്രവർത്തിക്കുകയോ യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും വശംവദരാകുകയോ ചെയ്യാറില്ല. പൂക്കളോടും പ്രകൃതിയോടും താല്പര്യമുള്ളവരായിരിക്കും. എന്ത് ത്യാഗം സഹിച്ചും മറ്റുള്ളവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുക എന്നത് ഇവരുടെ സ്വഭാവ സവിശേഷതയാണ്. ഗൃഹസ്ഥിതിയെങ്കിൽ ലഗ്നസ്ഥാനത്ത് ചന്ദ്രനോ ശുക്രനോ വ്യാഴമോ നിൽക്കുകയാണ് എങ്കിൽ പൂരാടം നാടുകാർ സുമുഖന്മാരായിരിക്കും. ആരോഗ്യപരമായി നല്ല നിലവാരമായിരിക്കുകയില്ല. സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും ഇല്ലാത്തവരായിരിക്കും. പ്രകടമല്ലെങ്കിലും അടിയുറച്ച ദൈവവിശ്വാസികളാണ്. പാപഭയവും ദൈവഭയവും ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിഴലിച്ചിരിക്കും. എന്നാൽ എന്തെങ്കിലും തീരുമാനമെടുത്താൽ അതിൽ നിന്ന് വ്യതിചലിക്കുക പ്രയാസമാണ്. നേട്ടങ്ങളുണ്ടായാലും അവ കൈവിട്ടു പോകാതിരിക്കുന്നതിന് ആരുടെയെങ്കിലും ഒരു പിൻബലം എപ്പോഴും ആവശ്യമായി വരുന്നു. ആരെയും അമിതമായി വിശ്വസിക്കുന്നവരല്ല പൂരാടം നാളുകാർ. വൈകിയതോ മത്സരത്തോടു കൂടിയോ ആയ വിവാഹമായിരിക്കും പൂരാടം നാളുകാർക്ക് അധികവും ഉണ്ടാകുക. എല്ലാ കാര്യങ്ങളും വളരെ ശാന്തതയോടുകൂടി ചിന്തിച്ചു പ്രവർത്തിക്കാൻ പൂരാടം നാളുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരം നീണ്ടതും മനോഹരമായ പല്ലുകളും നീണ്ട കാതുകളും ചൈതന്യമുള്ള നയനങ്ങളും ഇടുങ്ങിയവരും വശ്യത ആർന്നതും ഉദരവും നീളമുള്ള കൈകളും ഇവരുടെ പ്രത്യേകതയാണ്. അഭിമാനികളായതുകൊണ്ട് ഇവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടായാൽ അതിനെ നഖശിഖാന്തം എതിർക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുമായുള്ള ക്രയവിക്രയങ്ങൾ വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണ്. സ്ത്രീകളോട് താല്പര്യമുള്ളവരും ഫലിതപ്രിയരും ധാരാളം സുഹൃത്തുക്കളുള്ളവരും കൃത്രിമ ബുദ്ധിയില്ലാത്തവരുമായിരിക്കും പൂരാടം നക്ഷത്ര ജാതകർ. ആഡംബര വസ്തുക്കളോടും വിജ്ഞാനമുണ്ടാക്കുന്ന വസ്തുക്കളോടും അതിയായ താല്പര്യമുണ്ടായിരിക്കും. കുടുംബാംഗങ്ങളിൽ വെച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇവർക്കുണ്ടായിരിക്കും.
കൂടാതെ നല്ല ബുദ്ധിയുള്ളവരും എല്ലാ മേഖലകളിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരും ഐശ്വര്യമുള്ളവരുമായിരിക്കും. എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിൽ ചാഞ്ചല്യമുള്ളവരാണെങ്കിലും തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുമായിരിക്കും. സൗന്ദര്യമുള്ളവരും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ളവരും ഇവരിലധികവും അങ്ങനെയുള്ളവർ തന്നെയായിരിക്കും. സൗന്ദര്യം ധാരാളം ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധ്യമാകും. ദാമ്പത്യ ജീവിതം പലവിധ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. സന്താനഭാഗ്യം കുറവായതായും കണ്ടുവരുന്നുണ്ട്. ഭർത്താവിനും ഭർത്തൃ കുടുംബക്കാർക്കും പൂരാടം നക്ഷത്രക്കാരികൾ ഐശ്വര്യവതികളായിരിക്കും. മധ്യരജ്ജു നക്ഷത്രങ്ങൾ വിവാഹത്തിന് ഒഴിവാക്കേണ്ടതാണ്. ശുക്രദശയിൽ ആരംഭിക്കുന്ന ദശാകാലം തുടർന്ന് ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുദശ, വ്യാഴദശ, ശനിദശ എന്നിങ്ങനെ കടന്നു പോകുന്നു. പൂരാടം നക്ഷത്രത്തെ പാദദോഷമുള്ള നാളായി കണക്കാക്കുന്നു. പൂരാടത്തിൻ്റെ 1 മുതൽ 4 വരെ നാളുകളിൽ ജനിക്കുന്നവർ യഥാക്രമം മാതാവ്, പിതാവ്, അമ്മാവൻ, താൻ എന്നിവർക്ക് ദോഷമുണ്ടാക്കുമെന്ന് സൂചിപ്പിക്കുന്നു. പൂരാടം നാളിൻ്റെ ദോഷം അനുഭവപ്പെടണമെങ്കിൽ പൂരാടം നാളും ചതുർത്ഥി, നവമി, ചതുർദശി എന്നീ തീയതികളിൽ എന്തെങ്കിലും ഒന്ന് ധനുലഗ്നവും ശനിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ മാത്രമേ ദോഷഫലം അനുഭവിക്കുകയുള്ളൂ. എന്നാൽ 2025 ഇവരെ സംബന്ധിച്ച് ധനാഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയം തന്നെയാണ്. ഇവരുടെ എല്ലാ കഷ്ടതകളും നീങ്ങും. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരും. ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ വലിയ വിജയം വന്നു ചേരും. ഭൂമി ക്രയവിക്രയ ദോഷങ്ങളൊക്കെ അകലും. ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ഇഷ്ട വധു വര പ്രാപ്തി ലഭിക്കും. ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. കർമ്മശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും മുന്നോട്ട് പോവുക. അസാധ്യമായ കാര്യങ്ങൾ വരെ ഇവർക്ക് സാധിക്കാൻ കഴിയും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മാസത്തിൽ 1 തവണ ഗണപതി ഹോമം നടത്തുക. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്കും ഭാഗ്യത്തിനും നേട്ടത്തിനും ഒക്കെ കാരണമാകും. ഇനി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും. വിനായകന് വഴിപാടുകൾ നടത്തുന്നതോടുകൂടി സകല വിഘ്നങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർ നേടിയെടുക്കാൻ പോവുകയാണ്. അത്രയധികം നേട്ടമാണ്, അത്രയധികം സൗഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരാൻ പോകുന്നത്. എല്ലാ രീതിയിലും ഉയർച്ച, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയാണ് ഈ നക്ഷത്രജാതകർ ഇനി വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുവാൻ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കുന്നു. ഇനി നിങ്ങൾ ഉയർച്ചയിൽ തന്നെ എത്തും. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയാണ്, ഉയർച്ചയാണ്. നന്ദി, നമസ്കാരം.